Praise God. It's my pleasure and privilege to be part of this Bible study, which is a great blessing for many people all around the world. വളരെ സന്തോഷത്തോടുകൂടെ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവമക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ സ്റ്റഡിയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുവാൻ എനിക്കിടയായി തീർന്നിട്ടുണ്ട്. അനേകർക്ക് ഈ ക്ലാസ്സുകൾ അനുഗ്രഹമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷിക്കുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം പഠിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹീതമായ ഒരനുഭവമാണ്. ലോകത്തിൽ മറ്റെന്ത് മനസ്സിലാക്കുന്നതിനേക്കാളും പഠിക്കുന്നതിനേക്കാളും ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാണ്. When we approach the Word of God, a man of God said 4 things should be focused. Number 1, know the Word in our mind. As much as we have to acquire knowledge. ദൈവത്തിൻ്റെ വചനം നമുക്ക് എത്രത്തോളം പഠിക്കുവാൻ കഴിയുമോ അത്രത്തോളം നമ്മുടെ മനസ്സിൽ അറിവ് സമ്പാദിക്കുക എന്നുള്ളത് വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ്. Number 1, know the word in our mind. Secondly, store the word in our hearts. ദൈവത്തിൻ്റെ വചനം ബുദ്ധിയിൽ അറിവിൽ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല, നാം മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നാം സ്വരൂപിച്ചു വെക്കണം. മൂന്നാമത്, the word that we store in our heart should be shown in our lives. That means we have to practice. നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി വചനത്തെ വെളിപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലൊന്നാണ്. And fourthly, the word which we know in our mind, store in our heart, show in our lives, should be sown in the world. ആ വചനം ലോകത്തിൽ വിത്തായി മനുഷ്യഹൃദയങ്ങൾ വിതയ്ക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വവും ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. കർത്താവിൻദാസൻ പാസ്റ്റർ ഷിബു തോമസ് ആമുഖ വാക്കുകളിൽ വളരെ വ്യക്തമായി അത് പറഞ്ഞല്ലോ. ഇവിടെ പഠിക്കുന്ന ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ആയിരിക്കണം നാം ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത്. ഇങ്ങനെ ഒരു അവസരത്തിൽ അല്പസമയം ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എനിക്ക് കഴിയുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. വളരെ ലളിതമായ ചില തിരുവെഴുത്തിൻ്റെ ഭാഗങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കുന്നത്. A few important thoughts or important facts from the book of 1 Corinthians, epistle of 1 Corinthians. നമുക്കെല്ലാവർക്കും വളരെ വളരെ പരിചയമുള്ള കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, കോഴഞ്ചേരിയിൽ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ ആ കൺവെൻഷനിൽ പ്രസംഗിച്ച പ്രസംഗകൻ കൊരിന്ത്യ ലേഖനത്തിൽ നിന്നൊരു വാക്യം വായിച്ചപ്പോൾ ദൂരെ മാറി നിന്ന് മദ്യപാനിയായ ഒരു മനുഷ്യൻ അത് കേട്ടിട്ട് ഇങ്ങനെ ചോദിച്ചു, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം കോഴഞ്ചേരിക്കാർക്ക് എന്ത് ചെയ്യാനാണ്? എന്നാൽ നമുക്കറിയാം, തിരുവെഴുത്തിൻ്റെ ഏത് ഭാഗവും ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും
ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും പര്യാപ്തമായതും അത്യന്താപേക്ഷിതവുമായ തിരുവെഴുത്തുകളാണ്. Why I choose my thoughts from the 1 Corinthians? Because our current situation is more similar to the context of the Corinthian church and the content of 1 Corinthians. As we all know, Apostle Paul established the church in Corinth and he nurtured the church. And later, Paul is writing letters to correct them and make them strong in their faith, giving emphasis to practical Christian life. There are two important reasons because Paul wrote this particular letter to the Corinthian church. രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. മറ്റനേക കാരണങ്ങളുണ്ടാകാം. അതിലൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, as we read in chapter 1 verse 11, Paul received a report about the Corinthian church and the issues there through the people of Chloe. ക്ലോവയുടെ ആളുകളാൽ പൗലോസിന് സഭയുടെ ആ കാലഘട്ടത്തിലെ അവസ്ഥകളെക്കുറിച്ച് ചില വിവരങ്ങൾ ലഭിച്ചു. ആ ലഭിച്ച വിവരങ്ങളുടെ വെളിച്ചത്തിൽ സഭയ്ക്ക് വരുത്തേണ്ട തിരുത്തലുകൾ, ക്രമീകരണങ്ങൾ സഭയെ അറിയിക്കേണ്ടതിന് വേണ്ടിയാണ് പൗലോസ് തന്റെ തൂലിക ചലിപ്പിക്കുന്നത്. Because of the report that he received. Number 2, when we read chapter 7, we understand that the church or some people of the Corinthian church, they sent a letter to Apostle Paul seeking explanation or clarification regarding a few matters. 7-ാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ എഴുതി അയച്ച സംഗതികളെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്തെന്നാൽ എന്ന് പറഞ്ഞാണ് തുടർന്നുള്ള കാര്യങ്ങൾ പൗലോസ് എഴുതുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. Initially because of the report that he received. Secondly, because of the letter that he received for explanation about a few matters. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം നാം മനസ്സിലാക്കുമ്പോൾ, the first 4 chapters speaks about the disunity in the church and emphasizes the unity or the oneness of the church. കൊരിന്ത്യ സഭയിൽ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ആഭ്യന്തരമായ അനൈക്യത, their internal disunity, friction. So Paul was exposing it and emphasizing the importance of keeping the unity of the Spirit within the church. When we come to chapter 5 and 6, there we see Paul was exposing the sinful life of some people, especially one person. And he emphasized the purity of the church. സഭയ്ക്കകത്ത് സഭ സഹിച്ചു പോന്ന
അശുദ്ധിയുടെ അനുഭവങ്ങളെക്കുറിച്ച്, പാപത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പ്രസ്താവിച്ച അനന്തരം സഭയ്ക്ക് നിശ്ചയമായും ഉണ്ടാകേണ്ട പവിത്രതയെക്കുറിച്ച് പൗലോസ് 5-6 അധ്യായങ്ങളിൽ എംഫസൈസ് ചെയ്യുകയാണ്. 7 മുതലുള്ള അധ്യായങ്ങളിൽ നാം പ്രധാനമായി വായിക്കുമ്പോൾ അവിടെ അനേക കാര്യങ്ങൾ പൗലോസ് പ്രസ്താവിക്കുന്നുണ്ട്. എല്ലാം ഒരു തലക്കെട്ടിൽ കൊണ്ടുവന്നാൽ Paul was emphasizing the discipline in the church, discipline in personal life, family life, and the church atmosphere. Paul was emphasizing the need of discipline in the church. He is speaking about family life, food offered to idols. Then he speaks about the sacrament of Lord's Supper. And also Paul speaks about the exercising of the spiritual gifts, order in the church, and also ultimately we know chapter 15 is all about the hope of a believer or hope of the church. A lot of practical aspects and doctrinal aspect as well Paul is discussing in this particular epistle. So here in our discussion today, I would like to bring to your attention and your consideration a very particular phrase or usage or a masterpiece which is repeated regularly in this particular epistle. അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ സഭയ്ക്ക് കൈമാറേണ്ടതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ്. While I was going through this epistle in the past, many a times this particular usage touched my heart and provoked my thought. പലപ്പോഴും ഈ തിരുവെഴുത്ത് ധ്യാനിക്കുമ്പോൾ എൻ്റെ ചിന്തകളെ തൊട്ടുണർത്തിയിട്ടുള്ള പൗലോസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗത്തിലൂടെ താൻ അർത്ഥമാക്കുന്ന ചിന്തയും കൈമാറുവാൻ ആഗ്രഹിക്കുന്ന ആശയവും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ പൗലോസിന്റെ മറ്റുള്ള ലേഖനങ്ങളിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പ്രയോഗം അധികമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നില്ല. Repeatedly, Paul writes this particular usage to highlight the importance of a few factors he wants to convey to his listeners or readers. ആ പ്രയോഗം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ വായിച്ചു വിടുന്നതാണ്, എന്നാൽ അധികം ശ്രദ്ധ കൊടുക്കാത്തതാണ്. ആ പ്രയോഗം know ye not, do you not know? നിങ്ങൾ അറിയുന്നില്ലയോ? Repeatedly Paul is asking this question to the believers of Corinthian church. Do you not know? Know ye not? നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ആവർത്തിച്ച് പല വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ പൗലോസ് ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കുന്ന ആ ചോദ്യത്തിനകത്ത് തന്നെ ഉത്തരമുണ്ട്. ഒരു വശത്ത് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നുവല്ലോ എന്നാണ് പൗലോസ് അർത്ഥമാക്കുന്നത്. Do you not know? That means you know it. On the other side, it can also mean you must know it. നിങ്ങൾ അറിയുന്നുവല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ അറിയണമല്ലോ
നിശ്ചയമായും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണമല്ലോ എന്നുള്ള ചിന്തയിലാണ് ധന്യനായ പൗലോസ്ലീഹ ഈ ചിന്തകൾ കോരിന്തിലുള്ള ദൈവമക്കൾക്ക് കൈമാറുന്നത്. അങ്ങനെ പൗലോസ് കോരിന്ത്യ ലേഖനത്തിൽ എടുത്തു പറയുന്ന 7 പ്രധാനപ്പെട്ട ചിന്തകൾ നമുക്ക് ലഭ്യമായ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ചിന്തകൾക്കായിട്ട് വിട്ടുതന്നുകൊണ്ട് ഈ ക്ലാസ്സിന് സമാപനം കുറിക്കുവാനാണ് ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നത്. As students of the Bible, please note these particular portions and try to learn it in the days to come whenever you get an opportunity. Number 1, when we come to chapter 3, verses 16 and 17. 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ മലയാളത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? Know ye not that you are the temple of God? Do you not know that you are the temple of God, and that the Spirit of God dwells in you? Verse 17 also, if any man defile the temple of God, him shall God destroy. For the temple of God is holy, which temple you are. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. Paul is asking a very serious question here in the context of the disunity among the believers of Corinthian church. Paul compares the church at Corinth as the temple of God. കോരിന്ത്യയിലുള്ള ദൈവത്തിൻ്റെ സഭയെ ദൈവത്തിൻ്റെ മന്ദിരമായിട്ട് ഉപമിച്ചുകൊണ്ടാണ് ഇവിടെ പൗലോസ് സംസാരിക്കുന്നത്. It's all about the local congregation there in Corinth as a unit. Paul says, don't you know that you are the temple of God which is to be holy? അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പൗലോസ് പറയുന്നത്, ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. If any man defile the temple of God. Why Paul is comparing the church at Corinth as the temple of God? It is just to make them understand the seriousness of their spiritual life and their unity as the body of Christ. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെന്നുള്ള നിലയിൽ അവർ കാത്തു സൂക്ഷിക്കേണ്ട ഐക്യത, അതിനൂന്നൽ കൊടുക്കേണ്ടതിനാണ് പൗലോസ് അങ്ങനെ സംസാരിക്കുന്നത്. The disunity among the believers of the Corinthian church has caused a lot of harm and destruction to the church. അവിടെയുള്ള ദൈവത്തിൻ്റെ സഭയ്ക്ക് വളരെ വളരെ ദോഷം ദൈവജനത്തിൻ്റെ അനൈക്യത നിമിത്തമുണ്ടായി. ഒരു ചിന്തകൻ പറഞ്ഞിട്ടുള്ളത്, ഏതൊരു പാപവും സഭയ്ക്ക് വളരെ പതിയെ പതിയാണ് പലപ്പോഴും കേടുവരുത്തുന്നത്. എന്നാൽ സഭയ്ക്കകത്തുണ്ടാകുന്ന അനൈക്യം, ഡിസ്യൂണിറ്റി in the church can directly destroy the church, destroy the congregation. We know it from the experience. അനേക സഭകൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ
ദൈവജനത്തിൻ്റെ നടുവിലുണ്ടാകുന്ന അനൈക്യത നിമിത്തം പെട്ടെന്ന് തകർന്നു പോകുന്നത് നമ്മൾ പലയിടങ്ങളിൽ കണ്ടിട്ടുണ്ട്. വെൽ നോൺ ചർച്ചസ്, wonderful and blessed churches cease to exist because of the disunity and friction among the believers. So Paul understood this and he wanted to stop the disunity among the believers. So he is exhorting them to understand their identity as a temple of God which is to be holy in the presence of the Lord. ദൈവമുമ്പാകെ പവിത്രമായി നിലനിൽക്കേണ്ട ദൈവത്തിൻ്റെ സഭയ്ക്ക് കേടുവരുത്തുന്ന യാതൊരു പ്രവൃത്തികളും ആരുടെയും ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നുണ്ടാകരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പക്ഷം പിടിക്കുന്ന കോരിന്ത്യ സഭയെ പൗലോസ് പ്രബോധിപ്പിക്കുകയാണ്. You must know that you are the temple of God. പൗലോസിന്റെ പക്ഷക്കാരനെന്നും അപ്പൊല്ലോസിന്റെ പക്ഷക്കാരനെന്നും കേഫാവിന്റെ പക്ഷക്കാരനെന്നും ക്രിസ്തുവിന്റെ പക്ഷക്കാരനെന്നും ഒക്കെ പറഞ്ഞ് ദൈവജനം തമ്മിൽ ഭിന്നിച്ച് സഭയ്ക്ക് കേടുവരുന്ന അനുഭവത്തെയാണ് അവിടെ എക്സ്പോസ് ചെയ്യുന്നത്. As we all know, one of the most important characteristic of the early church was this. We read in the book of Acts, repeatedly we read it. They were in one accord. The early church was in one accord. അവർ ഏക മനസ്സും ഏക ഹൃദയവുമുള്ളവരായിരുന്നു എന്ന് തിരുവെഴുത്ത് നമ്മൾ വായിക്കുന്നു. അവർ ഒരുമനപ്പെട്ടു എന്നാണ് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. സോ യൂണിറ്റി, ഇറ്റ് ക്യാൻ ബി എ ഫിസിക്കൽ വൺ. ടുഗദർനെസ്, ഇറ്റ്സ് എ മെന്റൽ യൂണിറ്റി. ബട്ട് God is expecting from the church not only physical or mental unity, but the unity of the Spirit, that is oneness. ഏകത. സഭയെ സംബന്ധിച്ചിടത്തോളം തിരുവെഴുത്ത് പറയുന്നത് നിങ്ങൾ ഐക്യത്തിൽ തികഞ്ഞവരാകണം. Perfect in unity. Secondly, when we come to chapter 5 verse 6, chapter 5 verse 6, Paul says, your glory is not good. Know ye not that a little leaven leaveneth the whole lump? So, listen that usage. A little leaven leaveneth the whole lump. Know ye not that? അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയണം. പൗലോസ് അത് പറയുവാനുള്ള കാരണം എന്ന് പറയുന്നത് 5-ാമത്തെ അധ്യായം ഒരു പ്രത്യേക വിഷയമാണ് കൈകാര്യം ചെയ്തത്. A member of Corinthian church, he was living in sin, in immorality. പാപത്തിൽ, അധാർമികതയിൽ ഒരു മനുഷ്യൻ കഴിയുകയാണ്. ഒരുപക്ഷെ ആ സഭയിലെ പ്രമുഖനായ ഒരു വ്യക്തിയായിരിക്കും, സ്വാധീനമുള്ള വ്യക്തിയായിരിക്കും. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ സഭ സ്ഥാപിച്ച പുള്ളിയോ സ്ഥാപക മെമ്പറോ അല്ലെങ്കിൽ സാമ്പത്തികത്തിൽ മുന്നിൽ നിൽക്കുന്നയാളോ സ്വാധീനമുള്ളയാളോ എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് അതിനെ ഒന്ന് സമാനപ്പെടുത്തി ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. He was a man of prominence. Otherwise he would not have stayed
in that church. He was a man of influence. Here Paul is asking a very, very serious question. Do you not know that a little leaven leaveneth the whole lump? When the church suffered or accommodated with the sinful nature of a particular person, Paul could not suffer it. And he says, just as a little leaven leaveneth the lump, the whole lump, the sin of a man can spoil or make it impure the whole body of Christ. So associating with sinful people, people of sinful nature and immorality can defile the body of Christ, the church. So what is happening all around us? Ponder for a moment. Look around and see what happens in the church today. We accommodate or we suffer or we are forced to adjust with doctrinal and practical impurity within the church because of many reasons. ഉപദേശപരമായതും അതോടൊപ്പം തന്നെ പ്രായോഗിക തലത്തിലുമുള്ള അപവിത്രതയെ ഒരു പരിധിവരെ അക്കോമഡേറ്റ് ചെയ്യാൻ, സഹിക്കാൻ ഇന്നത്തെ സഭാതലങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് തയ്യാറായിരിക്കുകയാണ്. സഭ വലുതോ ചെറുതോ ആയിക്കൊള്ളട്ടെ, പാപം അല്ലെങ്കിൽ അശുദ്ധി സഭയ്ക്കകത്ത് അനുവദിക്കുന്നതും അങ്ങനെയുള്ള വ്യക്തികളുമായി സഹവസിക്കുന്നതും സഹകരിക്കുന്നതും സഭയ്ക്ക് മലിനത വരുത്തുകയും സഭയുടെ സാക്ഷ്യത്തെ കെടുത്തിക്കളയുകയും ചെയ്യുമെന്നുള്ളത് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. പൗലോസ് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. Associating with sinful people. Paul is very clearly speaking it that it is not about the people outside of the church. When we come to chapter 5 verse 11, Paul says, 10 and 11, yet not altogether with the fornicators of this world, or with the covetous, or extortioners, or with idolaters, for then must he needs to go out of the world. But now I have written unto you not to keep company, if any man that is called a brother be a fornicator, a covetous, or an idolater, or a railer, or a drunkard, or an extortioner, with such an one no, not to eat. ഇങ്ങനെയുള്ളവരുമായി സംസർഗം പുലർത്തുകയോ അവരോടുകൂടെ ആഹാരം കഴിക്കുകയോ ചെയ്യരുതെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. A little leaven leaveneth the whole lump. That means the church has to keep its purity, keeping away all the impurity from our personal life and from our church life. Thirdly, I have to go fast. When we come to chapter 6, verses 2 and 3, another important aspect Paul is conveying through asking this same usage or question. Chapter 6, verse 2 and 3. Do you not know that the saints shall
judge the world. Verse 3, know ye not that we shall judge angels? Why Paul is asking these two particular questions? Don't you know that the saints shall judge the world and judge the angels? It is because of the issues between the believers, lawsuits against each other. കൊരിന്ത്യ സഭയിലെ ദൈവമക്കൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് മാത്രമല്ല, ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ അവരുടെ ഇടയിൽ നിന്ന് പ്രാപ്തിയുള്ളവരെ കണ്ടെത്തേണ്ടതിന് പകരം കോടതി വ്യവഹാരത്തിലേക്ക് കടന്നുപോയ സഭാവിശ്വാസികളെ ഉത്ബോധിപ്പിക്കുമ്പോൾ പൗലോസ് ചോദിക്കുകയാണ്, ഡോണ്ട് യു നോ യുവർ ഐഡന്റിറ്റി, ഹൂ യു ആർ and what you are going to do? The status of the saints, it's emphasized, and Paul is asking this question to encourage them to withdraw from the lawsuits they have filed against each other. I do not know whether it is practical in these days, but the word of God says so. ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ പ്രായോഗികമാണോ എന്നുള്ള ചോദ്യം പലരും ഒരുപക്ഷെ ഉയർത്താം. പക്ഷെ പൗലോസ് വളരെ കൃത്യതയോടുകൂടെ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. പൗലോസ് ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ചിന്തയെന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെതിരെ വ്യവഹാരത്തിന് പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ അന്യായം സഹിക്കുന്നതല്ലയോ? Why don't you suffer instead of going for lawsuits against your brother? നിന്റെ സഹോദരന് നേരെ കോടതി വ്യവഹാരം നടത്തുന്നതിനേക്കാൾ നീ അന്യായം എന്തുകൊണ്ട് സഹിച്ചുകൂടാ എന്നുള്ള ചോദ്യമാണ് പൗലോസ് ഇവിടെ ഉയർത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് വിലയിരുത്തുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ നമ്മളിൽ എത്ര പേർക്ക് അന്യായം സഹിക്കാനായിട്ട് കഴിയും? It's very important to suffer loss because we love our brethren. And fourthly, when we come to 6 verses 9 and 10, again as a continuation of the important message he conveyed through the usage in verses 2 and 3, Paul continues it. Know ye not that the unrighteous shall not inherit the kingdom of God? അന്യായം ചെയ്യുന്നവർ ദൈവം രാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? Be not deceived, neither fornicators, nor idolaters, nor adulterers, nor effeminate, nor abusers of themselves with mankind, nor thieves, nor covetous, nor drunkards, nor revilers, nor extortioners shall inherit the kingdom of God. ഈ പറയപ്പെട്ട അനുഭവങ്ങളുള്ള ആരും തന്നെ ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. What should be the quality or qualification of a person who wants to enter into the kingdom of God? ദൈവരാജ്യ പ്രവേശനത്തിന് വാഞ്ചയുള്ള ഒരു വ്യക്തിയുടെ
ജീവിത നിലവാരം, ഗുണനിലവാരം, സ്വഭാവവിശേഷത എങ്ങനെയുള്ളതായിരിക്കണം, എങ്ങനെയുള്ളതാകരുത്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, അമേരിക്ക എന്ന് പറയുന്നത് സ്വർഗം പോലെയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അർത്ഥമാക്കിയത് നരകത്തിന് യാതൊരു എമിഗ്രേഷൻ ലോയും ഇല്ല. There is no immigration rules or regulations for hell. Anybody can enter. There is no boundaries. Anybody can freely enter. But for heaven, we have very, very strict immigration rules and laws. Trump said, America is just like heaven. We have very strict immigration laws. നമുക്കറിയാം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം, നിയമങ്ങളിലുള്ള വിട്ടുവീഴ്ചകളെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. ഞാനത് പറയാനായിട്ടല്ല. സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർബന്ധമായ എമിഗ്രേഷൻ റൂൾസ് ഉണ്ട്. കോരിന്ത്യയിലുള്ള ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യകാല വേർപാടിൻ്റെയും വിശുദ്ധിയുടെയും ഒക്കെ അനുഭവങ്ങളെ മറന്നിട്ട് സഭാവിശ്വാസികൾ ലോകത്തിലേക്കും പാപത്തിലേക്കും ഇറങ്ങിച്ചെന്ന് അശുദ്ധിയിൽ അവരുടെ ജീവിതം നയിക്കുന്നത് കണ്ടിട്ട് വളരെ ദുഃഖത്തോടുകൂടെ പൗലോസ് പറയുകയാണ്, ഈ പറയപ്പെട്ട ജീവിത അനുഭവങ്ങളുള്ള ആരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. So we need to understand this evening the quality that God expects from us as the children of the most holy God. So we must know that who will enter into the kingdom of God and who will not enter into the kingdom of God. See, emphasizing the purity of the church, Paul continues to ask the same question and usage in 6th chapter 15 onwards. There another question Paul is raising. Know ye not that your bodies are the members of Christ? നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? So the body of each and every believer is an organ of the body of Christ. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. Through this usage, Paul is condemning immorality of fornication. He continues to explain the point. Shall I then take the members of Christ and make them the members of an harlot? God forbid. What? Know ye not that he which is joined to an harlot is one body? For two, says he, shall be one flesh. But he that is joined unto the Lord is one spirit. And his primary emphasis is this next word usage. Flee fornication. Flee from fornication. ദുർനടപ്പ് വിട്ട് ഓടുവീൻ.
as the church was suffering fornication within its boundaries, Paul says, flee fornication. And listen his words. Every sin that a man does is without the body. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. But he that committeth fornication sins against his own body. And the key thought and the key verse Paul is writing in verses 19 and 20. Initially we read chapter 3 verses 16 and 17. There the church was compared with the temple of God as a local unit. ഒരു പ്രാദേശിക സഭ എന്നുള്ള നിലയിലാണ് 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ സഭയെ ദൈവത്തിന്റെ മന്ദിരവുമായിട്ട് ഉപമിക്കുന്നത്, തുലനം ചെയ്യുന്നത്. എന്നാൽ 6-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ വരുമ്പോൾ പൗലോസ് ദൈവത്തിന്റെ മന്ദിരമെന്ന് അർത്ഥമാക്കുന്നത് ഓരോ വിശ്വാസിയുടെയും ശരീരത്തെയാണ്, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായ ഓരോരുത്തരുടെയും ശരീരത്തെയാണ്. അവിടെ പൗലോസ് പറയുന്നത്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? What? Know ye not that your body is the temple of the Holy Ghost which is in you, which you have of God, and you are not your own? Your body is not your own. You are not the owner of your body. You are purchased. You are purchased. Your body is purchased. It is the temple of the Holy Ghost. 20th verse says, for you are bought with a price. Therefore, glorify God in your body and in your spirit, which are God's. Listen very carefully. Paul is emphasizing the importance of keeping our body pure in the presence of God as the holy temple of God, where the Spirit of God dwells. പരിശുദ്ധാത്മ നിവാസമുള്ള ദൈവത്തിന്റെ മന്ദിരമായി പവിത്രതയോടെ നമ്മുടെ ശരീരങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത. Once again, I would like to emphasize that point. Understand, our body is not ours. It is bought with a price. It's our responsibility to keep our body pure as the temple of the Holy Ghost. And finally, 2 more points I will mention and I will conclude. When we come to chapter 9, verses 13 and 14. Chapter 9, verses 13 and 14. Another important aspect Paul is emphasizing here. Do you not know that they which minister about holy things live of the things of the temple, and they which wait at the altar are partakers with the altar? ദേവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദേവാലയം കൊണ്ട് ഉപജീവിക്കുന്നു എന്നും യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്യുന്നവർ
യാഗപീഠത്തിലെ വഴിപാടുകൾ ഓഹരിക്കാരാകുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നോ യു നോട്ട്. ഇവിടെ പൗലോസ് ഈ ചോദ്യം ചോദിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, he was vehemently criticized. പൗലോസ് ഒരുപാട് വിമർശനത്തിന് വിധേയനായി. He is defending himself. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്നുള്ള പഴയ നിയമ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് പൗലോസ് ഇത് സ്ഥാപിക്കുന്നത്. തനിക്ക് മാത്രം സുവിശേഷത്താൽ ഉപജീവിക്കുവാൻ അവകാശമില്ലയോ, അവസരമില്ലയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പൗലോസ് ഇവിടെ സംസാരിക്കുന്നത്. That means some of the people criticized him of the monetary benefits that he enjoyed in his ministry. Paul says, he who preaches the gospel has the full right to live with it. പൗലോസ് ആ കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഈ അധികാരം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. I have not used this right among you. I labored with my hand. എൻ്റെ കൈകൊണ്ട് ഞാൻ അധ്വാനിച്ചാണ് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചത്. But you must know that those who preach the gospel has the full right to live with it. Paul is answering the attitude of a group of people who criticized him of benefiting out of the monetary blessings of the church. And finally, when we come to chapter 9, verse 24, Paul is asking another question using the same usage, which is very familiar for each and every one of us. Know ye not that they which run in a race run all, but one receiveth the prize. ഓട്ടക്കളത്തിൽ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിരുദു പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? Then his exhortation is this: so run that you may obtain. So run that you may obtain. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. ഈ ലേഖനം ഇവിടെ അവസാനിക്കുകയല്ല. He continues with the discussion of the discipline of the church, the hope of the church. ഇവിടെ ഒരു സമാപനം കുറിക്കുന്നില്ല, ആശീർവാദം പറയുന്നില്ല. പക്ഷേ അതുവരെ താൻ പറഞ്ഞു വന്ന വിഷയങ്ങളുടെ ഒക്കെ ഒരു ആകത്തുകയും, വിശേഷാൽ 9-ാം അധ്യായത്തിലെ തന്റെ ശുശ്രൂഷ സംബന്ധമായ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം സഭയോടുള്ള ആത്യന്തിക പ്രബോധനം. എല്ലാവരും ഓടുന്നു, പക്ഷെ ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ. നിങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവീൻ. So run that you may obtain. This is an exhortation for each and every one of us. We are in a race. All of us together, we run the race. In the world, we know that only one person wins. But in our spiritual journey, not only one person, everyone should win the race. In Philippians chapter 3 verse 14, ഫിലിപ്പിയർ 3:14 പൗലോസ് പറയുന്നത്, പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിനായി ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ
ദൈവത്തിൻ്റെ പരമകളുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. പ്രസ് ടുവേർഡ്സ് ദ മാർക്ക്. Paul is emphasizing a purpose-driven life, a goal-oriented life. As I conclude my words this evening, Paul emphasized the importance of practical unity, purity, and the discipline of each and every believer in their Christian race so that they may obtain the reward. I encourage all of you to keep the track, focus on the goal so that we may receive our reward on that day.